എന്നാൽ ഇത് കേട്ട ഉടനെ ബാക്കിയുള്ളവരെല്ലാം പരിഭ്രാന്തരായി. സയ്യദ് കാണിച്ചു കൊടുക്കരുത്, ഞങ്ങൾക്ക് കുഴപ്പമാവും, അത് പുറത്തു പോയാൽ ഞങ്ങളുടെ ജീവിതത്തിന് കുഴപ്പമാണെന്ന് പറഞ്ഞ് ഇവരെ തടയാൻ വേണ്ടി ഓടി വരുന്നു. എന്നാൽ ഡീക്കൻ അവരെ മുറിക്കകത്തേക്ക് കയറ്റിവിടില്ല. അതെന്താ സംഭവം നോക്കട്ടെ എന്നും പറഞ്ഞ് ഇവർ ഡോർ അടച്ച് അന്നത്തെ മീറ്റിംഗ് വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയാണ്. അന്ന് എല്ലാവരെയും വിളിച്ചിരുത്തി അവരുടെ മുന്നിലേക്ക് വികാരിയച്ഛൻ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ വികാരിയച്ഛനല്ല ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്, നമ്മുടെ വക്കീൽ ലേഡിയാണ്. ഈ വക്കീൽ ലേഡിയുടെ സുഹൃത്ത് മൂലം പുള്ളിക്കാരി ഒരു വിവരം കണ്ടെത്തി. നമ്മുടെ വികാരിയച്ഛൻ സ്വന്തം മകന്റെ അവകാശത്തിന് വേണ്ടി കോടതിയിൽ എന്തോ ഫയൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വക്കീൽ അത് കണ്ടുപിടിച്ചത്. ആ സ്വന്തം മകൻ മറ്റാരുമല്ല, നമ്മുടെ പൊളിറ്റിക്കൽ ചെക്കനാണ് സൈറസ് ട്രേവൻ. ഇയാൾക്ക് ഏതോ സ്ത്രീയിൽ ഉണ്ടായ മകനാണ് ഈ സൈറസ് ട്രേവൻ. എന്നാൽ നാട്ടുകാരതറിഞ്ഞാൽ ഇയാളെ പദവിയും പരിശുദ്ധിയും പോകുമോ എന്ന് ഭയന്നിട്ട് ആ പയ്യനെ കൂട്ടുകാരന് വളർത്താൻ കൊടുത്തതായിരുന്നു. ആ കൂട്ടുകാരൻ മകൾക്ക് ആ കുഞ്ഞിനെ കൈമാറി. അതാണ് നമ്മുടെ വക്കീൽ പെണ്ണ്. താൻ ഇത്രയും മോശപ്പെട്ട വ്യക്തിയാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് വക്കീൽ ലേഡി പറയും. എന്നാൽ ബാക്കിയുള്ളവര് ഫാദറിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അച്ഛന് പറ്റിയൊരു പിഴവാണത്, അതുകൊണ്ട് അദ്ദേഹം ബലഹീനനാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അദ്ദേഹം ഒരു പോരാളിയാണ്, ഉറപ്പായിട്ടും ഞങ്ങൾ അദ്ദേഹത്തെ ഫോളോ ആണ് ചെയ്യുന്നതെന്ന് ബാക്കിയുള്ളവർ പറയും. അപ്പോൾ വികാരി അച്ഛൻ ആക്ച്വലി ഞാൻ എൻ്റെ സർവീസ് നിർത്താൻ പോവാണ്, അതുകൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഈ വരുന്ന ദുഃഖ വെള്ളിയാഴ്ച ഞാൻ അവസാനമായി ഒരു മാസം നടത്തും. അത് കഴിഞ്ഞ് ചർച്ച അടച്ചുപൂട്ടുന്നു. അതിനു മുന്നേ ഞാൻ നിങ്ങളെല്ലാം തകർത്തിട്ടേ ഈ പള്ളി അടച്ചുപൂട്ടൂ എന്ന് പറയും. ഇവർക്കൊന്നും മനസ്സിലാവില്ല ഫാദർ എന്താണ് പറയുന്നത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഫാദർ ഓരോരുത്തരെയായി ചൂണ്ടിക്കാണിച്ച് പറയാണ്. അവരിലെ കുഴപ്പങ്ങൾ ഓരോന്നായിട്ട് പറയാണ്. നമ്മുടെ ഡോക്ടർ ഏതു നേരവും കള്ള് കുടിച്ചിട്ടാണ് പേഷ്യൻസിനെ വരെ ചികിത്സിക്കുന്നത്. അത് വളരെ ഡേഞ്ചറാണ്. മെഡിക്കൽ ബോർഡിന് അത് അറിയുകയാണെങ്കിൽ ഉടനെ തന്നെ അയാളെ പിരിച്ചുവിടും. സോ കുട്ടികളുടെയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടി നീ ഒരു ഡേഞ്ചറസ് ഡോക്ടറാണെന്നുള്ളത് ഞാൻ നാട്ടുകാരുടെ മുന്നിൽ വിളിച്ചു പറയുമെന്ന് അച്ഛൻ പറയാണ്. പിന്നെ നമ്മുടെ എഴുത്തുകാരൻ, അയാൾ എഴുതുന്ന ഒരു മണ്ടൻ കഥയാണ്, അതിൽ യാഥാർത്ഥ്യങ്ങളൊന്നും തന്നെയില്ല. എന്നെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണയാണ് നീ എഴുതിക്കൊണ്ടിരിക്കുന്നത്, അതും സത്യമല്ല എന്നുള്ളത് ഞാൻ വിളിച്ചു പറയും. പിന്നെ നമ്മുടെ വക്കീൽ ലേഡി, അവൾ വക്കീലാണെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഈ പള്ളിയുടെ അല്ലാതെ മറ്റൊരു കേസും തന്നെ അവൾക്ക് ഇന്ന് വരെ വാദിക്കാൻ കിട്ടിയിട്ടില്ല. നീ വലിയൊരു അപമാനമാണെന്ന് ഫാദർ പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വയലിനിസ്റ്റ്, നിനക്കൊരു കാലത്തും എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, നീ ആ ചെയറിൽ തന്നെ ഇരിക്കും, ആ ചെയറിൽ തന്നെ ഇരുന്ന് മരിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് നീ നിന്റെ ജീവിതം കളയുകയായിരുന്നു, നിന്റെ സ്വത്ത് മുഴുവൻ ഞാൻ തട്ടിയെടുക്കുകയും ചെയ്തു, ഇനി നിനക്കൊന്നും ചെയ്യാനില്ല. അച്ഛൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഡീക്കൻ വന്ന്. അതുകൊണ്ടാണ് അച്ഛൻ ബുക്ക് എറിഞ്ഞ് ഡീക്കനെ ഓടിച്ചത്. നിങ്ങൾ ആർക്കും തന്നെ എന്റെ വഴി തുടരാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ എന്റെ കൊട്ടാരത്തിൽ നിന്നും നിങ്ങളെ പുറത്താക്കാം. അവസാനമായി ഈസ്റ്റർ സൺഡേ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ലോകത്തോട് വിളിച്ചു പറയും, നരകത്തിലേക്ക് തള്ളിയിടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോന്നും പറഞ്ഞ് അച്ഛൻ ഇറങ്ങിപ്പോവുക. സോ അന്ന് അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും അച്ഛനോട് വിദ്വേഷം ഉണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ഇവർ ഡോറ് തുറക്കുമ്പോൾ ആ വിശ്വാസികളൊന്നും കാണുന്നില്ല, നമ്മുടെ വക്കീൽ ലേഡി മാത്രം ഉണ്ട് അവിടെ. ഡീക്കൻ ഉടനെ സൈ പയ്യനോട് ചോദിക്കുകയാണ്, വികാരി എന്തുകൊണ്ടാണ് അന്നേ ദിവസം ഈ സത്യങ്ങളെല്ലാം വിശ്വാസികളോട് പറഞ്ഞത്, അതിനുള്ള കാരണം എന്താണെന്ന് അറിയുമെന്ന് ചോദിക്കും. അപ്പൊ സൈ പറയാണ്, ഈ മീറ്റിംഗ് കൂടുന്നതിന് മുന്നേ തന്നെ വികാരിയുടെ മകനാണ് താനെന്ന് വക്കീൽ ലേഡി സൈനോട് പറഞ്ഞിരുന്നു. അപ്പൊ തന്നെ സൈ വികാരി അച്ഛനെ കാണാൻ പോയി. അച്ഛൻ മകനെ സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ പള്ളിയിലെ വേലയെല്ലാം രാജിവെച്ച് നമുക്കൊരു സാധാരണ അച്ഛനും മകനുമായിട്ട് കഴിയാന്ന് പറഞ്ഞു. ഈ പ്രീസ്റ്റ് ആയിരിക്കുന്നത് സത്യത്തിൽ അങ്ങേർക്ക് വെറുപ്പാണെന്ന് പറഞ്ഞു. അതിനൊപ്പം മുത്തശ്ശൻ ഒളിച്ചു വെച്ചിരുന്ന ആ കുടുംബ സ്വത്ത് വികാരിക്ക് കിട്ടിയത്രേ. അതൊരു വലിയ അമൗണ്ടാണ്. ആ പണവും വെച്ച് മകനുമായിട്ട് ജീവിക്കാമെന്നാണ് വികാരി അന്ന് പറഞ്ഞത്. എന്നാൽ മകൻ മറ്റൊരു ഐഡിയ ആയിരുന്നു വികാരിക്ക് പറഞ്ഞു കൊടുത്തത്. ഈ പ്രീസ്റ്റ് ആയിരിക്കുന്ന പൊസിഷൻ കളയാൻ പാടില്ല, അതൊരു വലിയ പവറാണ്, അങ്ങേരുടെ സ്പീച്ച് ഒരു പവറാണ്. അതുപയോഗിച്ച് ഈ പണവും ഉപയോഗിച്ച് ഇവന്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ നാട്ടിൽ വലിയൊരു പാർട്ടി ഉണ്ടാക്കാം. നിങ്ങളെ വേണമെങ്കിൽ ഞാനൊരു പ്രസിഡന്റ് തന്നെയാക്കും. നമുക്കിവിടെ വലിയൊരു എംപയർ പണിയാം. അതാണ് ചെയ്യേണ്ടത്. അതിനാദ്യം ഈ പള്ളിയിൽ കൂടിയിരിക്കുന്ന തേവാങ്കുകളെ അടിച്ച് പുറത്താക്കണം. അവർ നമുക്കൊരു ബാധ്യതയാണ്, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവരെ പുറത്താക്കണമെന്ന് പറഞ്ഞു. സോ അതനുസരിച്ചിട്ടാണ് പള്ളിയിലച്ഛൻ അവരെ പുറത്താക്കാൻ വേണ്ടി അവരിലെ കുറ്റവും കുറവും ഒക്കെ നാട്ടുകാരോട് പറയുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്. ഇത് കേട്ട ഡീക്കൻ സൈനോട് പറയാണ്, നീ കാണിച്ച അതിബുദ്ധിയാണ് യഥാർത്ഥത്തിൽ നിന്റെ അച്ഛന്റെ മരണത്തിന് കാരണം. ആ കൂടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു വിശ്വാസിയായിരിക്കാം നിന്റെ അച്ഛനെ കൊന്നിട്ടുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? സൈ പറയും, അതെ, എനിക്ക് തെറ്റുപറ്റിയതാണെന്ന്. അത് കഴിഞ്ഞ് ഡാനിയൽ ചോദിക്കുകയാണ്, നിന്റെ അച്ഛൻ ആ കുടുംബ സ്വത്ത് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതെവിടെയാണെന്നറിയോ, അതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടോ എന്ന്. സൈ പറയും, ഞാൻ അങ്ങേരുടെ അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി, പക്ഷെ എംപ്റ്റിയാണ്. ഒരുപക്ഷെ പുള്ളിക്ക് സ്വിസ് ബാങ്ക് അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ ആ അക്കൗണ്ട് നമ്പർ മാത്രം അറിഞ്ഞാൽ മതി. പുള്ളിയുടെ അവകാശി ഞാനാണല്ലോ, എനിക്കതെടുക്കാൻ പറ്റും. എന്നാൽ ഞാൻ ഈ ഓഫീസ് മുഴുവൻ പരിശോധിച്ച് നോക്കി, എവിടെയും അങ്ങനത്തെ ഒരു അക്കൗണ്ട് നമ്പർ കിട്ടിയില്ല എന്ന് പറയും. അപ്പൻ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുള്ളത് ഈവ്സ് ആപ്പിൾ എന്ന് മാത്രമാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉടനെ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ പയ്യൻ ഇറങ്ങിപ്പോവുക. അവൻ പോയി കഴിഞ്ഞ ഉടനെ നമ്മുടെ ഡാനിയലും ഡീക്കനും കൂടെ ഓടി വന്ന് ഈ മുത്തശ്ശൻ ബാക്കി വെച്ചിരുന്ന ആ ഈവ് ആപ്പിൾ എന്ന് പറഞ്ഞ തളികയില്ലേ,
അതെടുത്ത് നോക്കും. അതിനകത്ത് മറ്റൊന്നുമില്ല, ഒരു റൊട്ടി കഷ്ണവും പിന്നെ ഈശോന്റെ ഒരു രൂപവും മാത്രമേ ഉള്ളൂ. ഇവരതെല്ലാം പരതി നോക്കും. പോരാത്തതിന് ഈ രൂപം വരെ പൊട്ടിച്ചു നോക്കും. എന്നാൽ അതിനകത്ത് ഒരു വിവരവുമില്ല. $80 മില്യൺ കുടുംബസ്വത്താണ് ഇയാൾ ഒളിച്ചു വെച്ചിരിക്കുന്നത്. എവിടെയാണെന്നറിയില്ല. അപ്പോഴായിരിക്കും ഡീക്കന്റെ കയ്യിലൊരു ബില്ല് കിട്ടുന്നത്. അത് ആ ശവകുടീരം തുറക്കാൻ വേണ്ടി വന്ന ക്രെയിനിന്റെ ബില്ലാണ്. എന്നാൽ ഫാദർ മരിക്കുന്നതിന് മുന്നേ ഈ ക്രെയിൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ മരണം ആരോ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് അതനുസരിച്ച് ഈ ക്രെയിൻ ഓർഡർ ചെയ്തായിരിക്കണം. അത് ഓർഡർ ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് കില്ലറേയും പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവർ ആ ക്രെയിൻ സർവീസ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് അന്ന് ഓർഡർ ചെയ്ത് ആരാണെന്ന് ചോദിക്കുക. ആ പഴയ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കാൻ കുറച്ച് സമയം വേണമെന്ന് അവിടുത്തെ ലേഡി പറയും. എന്നിട്ട് പുള്ളിക്കാരി കരഞ്ഞുകൊണ്ട് അവരമ്മയ്ക്ക് സുഖമില്ല, ക്യാൻസർ ആണ്, അവരമ്മയ്ക്ക് വേണ്ടി നമ്മുടെ ഡീക്കനോട് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. ഡീക്കനാണെങ്കിൽ പ്രാർത്ഥനാ സഹായം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സെൻഡിയായിട്ട് മാറും. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രാർത്ഥിച്ച് വൈകുന്നേരമായി. കുറെ കഴിഞ്ഞ് ഡാനിയൽ അങ്ങേരുടെ അടുത്തേക്ക് പോകുന്നു. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു എന്ന് പറയും. ഇത് കഴിഞ്ഞ് ഡീക്കന് മാനസാന്തരം വരികയാണ്. താനിങ്ങനെ കേസിന് പുറകെ പോകുന്നതല്ല തൻ്റെ വേല, താൻ ചെയ്യേണ്ടത് ദൈവവേലയാണ്. തനിക്കുള്ള വിധി ദൈവം നൽകും, അതല്ലാതെ ഇത് തെളിയിക്കാൻ നടക്കുന്നത് തൻ്റെ ജോലിയല്ല. അതിനല്ല ഞാൻ ജീവിച്ചിരിക്കണമെന്നും പറഞ്ഞ് പുള്ളി ഡാനിയലുമായി വഴക്കുണ്ടാക്കി ആ പ്രാർത്ഥനാ സഹായം കൊടുക്കാൻ വേണ്ടി രാത്രി തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഡീക്കൻ പോയി കഴിഞ്ഞാണ് നമ്മുടെ പോലീസുകാരിയും കൂട്ടരും ചർച്ചിലേക്ക് വരിക. പോലീസുകാരി യഥാർത്ഥത്തിൽ ഡീക്കനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അവരൊന്നുകൂടെ കേസ് പഠിച്ചു നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് ബാക്കിയുള്ള വിശ്വാസികളെല്ലാം ആ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി വരുന്നതിന് മുന്നേ 9 സെക്കൻഡ് ലഭിച്ചിട്ടുണ്ട്. ആ 9 സെക്കൻഡ് ഡീക്കൻ മാത്രമേ ഫാദറുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം മതി കത്തി കുത്തി ഇറക്കാൻ. ഇത് മാത്രമേ പോസിബിലിറ്റി ആയിട്ട് കാണുന്നുള്ളൂ. സോ ഡീക്കൻ തന്നെയാണ് കുറ്റവാളിയെന്ന് പോലീസുകാരി മനസ്സിലാക്കി. അത് നമ്മുടെ ഡാനിയലിനും അറിയാമായിരുന്നു. താൻ ഇത് അറിഞ്ഞിട്ടും ആ പയ്യനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണതെന്ന് പോലീസുകാരി ചോദിക്കുകയാണ്. അപ്പൊ ഡാനിയൽ പറയും, എനിക്ക് കുറച്ചുകൂടെ സമയം തരൂ, ഞാൻ പൂർണ്ണമായും തെളിവുകൾ നിരത്തി, കുറ്റവാളി ആരാണെങ്കിലും അവർ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി പൂർണ്ണമായ തെളിവുകൾ നിരത്തി നിങ്ങൾക്ക് അവരെ പിടിച്ചു തരാം, കുറച്ചുകൂടെ സമയം തരൂ എന്ന് ചോദിക്കും. പക്ഷെ ലേഡി പോലീസ് അതിന് സമ്മതിക്കുന്നില്ല. എനിക്ക് ഡീക്കൻ ഉടനെ വേണം, അയാൾ എങ്ങോട്ടാണ് പോയെന്ന് പറയൂ, ഞാൻ ഈ കേസ് ക്ലോസ് ചെയ്യാൻ പോവാണെന്ന് പറയാണ്. ഈ സമയത്ത് ഡീക്കൻ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അങ്ങേര് ആ ശവക്കല്ലറ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തുകൂടെയാണ് പാസ് ചെയ്ത് പോകേണ്ടത്. പുള്ളി ആ കല്ലറയുടെ അല്പം ദൂരത്ത് നിൽക്കുന്ന സമയം ആരോ ടോർച്ചുമായി ഈ കല്ലറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണും. ഉടനെ ഈ കല്ലറയുടെ വാതിൽ പുറത്തേക്ക് തള്ളി വീണ് പൊട്ടിപ്പോകുന്നു. ഫാദർ നിക്സ്, വികാരി അച്ഛൻ, ജീവനോടെ കല്ലറയിൽ നിന്നും പുറത്തേക്ക് നടന്നു വരികയാണ്. വികാരിയും ആ ടോർച്ചടിച്ച ആളും കൂടെ ചേർന്ന് അടുത്തുള്ള പൊന്തക്കാട്ടിനകത്തേക്ക് പോകും. നമ്മുടെ ഡീക്കൻ എന്താണ് സംഭവിച്ചതെന്നറിയാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് ഓടി വരിക. പെട്ടെന്നുണ്ട് പൊന്തക്കാട്ടിന്ന് ആരോ ഡീക്കന്റെ മോന്തേ കുത്തി അയാളെ ബോധം കെടുത്തി വീഴ്ത്തി. ബോധം വന്ന ഡീക്കൻ നോക്കുമ്പോൾ പുള്ളിക്കാരന്റെ കയ്യിലൊരു കത്തിയുണ്ട്. തൊട്ട് മുന്നിലായിട്ട് ആ വികാരി നിൽക്കുന്നു. ഇങ്ങേർക്ക് ആ വികാരിയോടുള്ള അരിശം കൊണ്ട് പുള്ളി കത്തിയെടുത്ത് ആഞ്ഞു കുത്തും. അടുത്ത സെക്കൻഡ് വീണ്ടും ബോധം പോയി. പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഒരു അരിവാൾ സാമിന്റെ നെഞ്ചിൽ കൊണ്ട് അദ്ദേഹം മരിച്ചു കിടക്കുന്നു. ഈ അരിവാളിൽ സ്വന്തം കൈ പെട്ടിട്ടുണ്ട് നമ്മുടെ ഡീക്കന്റെ. നേരം ഏതാണ്ട് പുലർന്നു കഴിഞ്ഞു. അപ്പൊ ആരോ 2 പേര് ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട് ടോർച്ചടിച്ചിട്ട്. അവരെ കണ്ട ഉടനെ ഡീക്കൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടും. നോക്കുമ്പോൾ അത് നമ്മുടെ ഡാനിയലും പോലീസുകാരിയുമാണ്. അവരുടെ കാഴ്ചയിൽ ഡീക്കനാണ് ഇയാളെ കൊന്നിട്ട് ഓടിയിരിക്കുന്നത്. ഇവര് പുറത്തു വന്ന് ക്രിപ്റ്റ് നോക്കുമ്പോണ്ട് ആരോ അതിന്റെ വാതിൽ പൊട്ടിച്ചിരിക്കുന്നു. അകത്ത് നമ്മുടെ വികാരി അച്ഛന്റെ ബോഡിയും കാണുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു? വികാരി ഉയർത്തെഴുന്നേറ്റതാണോ? ഇവരൊന്നും മനസ്സിലാകാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മാർത്ത കാര്യസ്ഥമായി അങ്ങോട്ട് ഓടി വന്ന് മുട്ടുകുത്തി കരയുന്നു. ദൈവമേ, നീ വീണ്ടും പുനർജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീ നിന്റെ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇനിയും ഞങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾ ധന്യരാണെന്നും പറഞ്ഞ് ആ അമ്മച്ചി ഒച്ച വെച്ച് പ്രാർത്ഥിക്കുന്നു. ഉടനെ തന്നെ കുറെ പോലീസുകാരും അവിടെ വന്നിട്ട് ഫുള്ളും സെർച്ച് ചെയ്യുന്നുണ്ട്. കാര്യമായ എവിഡൻസ് ഒന്നും കിട്ടുന്നില്ല. ഈ ക്രിപ്റ്റിന് അടുത്തുള്ള സാമിന്റെ വീട്ടിൽ ഒരു CCTV ക്യാമറയുണ്ട്. അത് പോലീസുകാരി കൊണ്ടുവരാൻ പറയും. പരിശോധിച്ച് നോക്കണമെന്ന് പറയും. ഈ സമയത്താണ് സാം മരിച്ച കാര്യം നമ്മുടെ മാർത്ത മനസ്സിലാക്കുന്നത്. അവര് കരഞ്ഞുകൊണ്ട് സാമിനടുത്തേക്ക് ഓടിപ്പോകും. തന്റെ കാമുകനാണല്ലോ മരിച്ചു കിടക്കുന്നത്. അവർക്കത് താങ്ങാൻ കഴിയില്ല. ബാക്കിയുള്ള പോലീസുകാര് അമ്മച്ചിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഈ സമയത്ത് ഡീക്കൻ പേടിച്ചു വിറച്ച് കാടിനകത്തോടെ ഓടിപ്പോവുക. എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങേർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോഴായിരിക്കും നേരത്തെ ക്രെയിൻ സർവീസ് കൊടുത്ത ആ ലേഡിയില്ലേ, അവര് വിളിക്കുന്നു. അവര് പറയും, ഫാദർ മരിക്കുന്നതിന് മുന്നേ ഈ ക്രെയിൻ ഓർഡർ ചെയ്തത് മറ്റാരുമല്ല, ഫാദർ തന്നെയാണെന്ന്. അങ്ങേര് തന്നെയായിരുന്നു ഈ ക്രെയിൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഡീക്കന് മനസ്സിലാവില്ല. എന്തായാലും ഇപ്പൊ ഫാദർ ഉയർത്തെഴുന്നേറ്റ കാര്യം നമ്മുടെ പള്ളി വിശ്വാസികൾക്കെല്ലാം ഫോൺ കോളിലൂടെ ആ വിവരം ലഭിക്കുകയാണ്. ഇവരെല്ലാം സംഭവ സ്ഥലത്തേക്ക് ഓടി വരും. ആ നേരത്ത് നമ്മുടെ ഡോക്ടറെ കാണാൻ ആരോ പോകുന്നുണ്ട്. ഡോക്ടർ അയാളോട് സംഗതിയെല്ലാം വൃത്തിയായി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയും. ഈ സമയത്ത് പോലീസുകാര് ആ വീട്ടിലെ CCTV ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ആ രൂപം ഇറങ്ങി നടന്നു വരുന്നതായിട്ട് കാണാം. അത് പൊന്തക്കാട്ടിനകത്തേക്ക് പോയി. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡീക്കൻ അങ്ങോട്ട് ഓടി വരുന്നത്. ഈ പൊന്തക്കാട്ടിനകത്ത് എന്താ സംഭവിച്ചെന്ന് അവർക്ക് മനസ്സിലാവില്ല.
അവിടെ പരിസരത്ത് നിന്നും കളക്ട് ചെയ്ത കൈരേഖകളെല്ലാം ഫാദർ ഡീക്കൻ്റെതാണ്. സോ ഇനി എത്രയും പെട്ടെന്ന് ഫാദറിനെ അറസ്റ്റ് ചെയ്യണം. ഈ രണ്ടാമത്തെ കൊലപാതകത്തിനും ഫാദറാണ് ഉത്തരവാദി. ഡീക്കൻ പോലീസുകാരി ഡാനിയലിനോട് ചോദിക്കുകയാണ്, ഡീക്കൻ എവിടെയാണ്, സത്യം പറയുമെന്ന്. ഡാനിയൽ പറയും, അമ്മ സത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടന്നു വരുമ്പോൾ നമ്മുടെ ഡീക്കൻ പോലീസിൽ പിടികൊടുക്കാൻ വേണ്ടി നേരിട്ട് സ്റ്റേഷനിലേക്ക് കയറി വന്നിരിക്കുന്നു. ഡാനിയൽ ഓടിച്ചെന്ന് ഡീക്കനെ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് വന്ന, നീ ഇപ്പൊ പിടികൊടുക്കാൻ പാടില്ല, നീ എന്ത് മണ്ടത്തര കാണിക്കുന്നു, നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ സോൾവ് ചെയ്യാനുണ്ട്, അടങ്ങി ഞാൻ പറയുന്നത് കേട്ടോന്നും പറഞ്ഞ് ഈ പോലീസുകാർ കാണാതെ പുള്ളിയെ കാറി കയറ്റും. എന്നിട്ട് നമുക്കിപ്പോ ഡോക്ടറെയാണ് കാണാൻ പോണ്ടേന്നും പറഞ്ഞ് ഇവര് നേരെ ഡോക്ടറുടെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പൊ ആ വീടിനകം മൊത്തം അലങ്കോലമായി കിടക്കുന്നു. ആരോ അവിടെ അതിക്രമം കാണിച്ചിട്ടുണ്ട്. ഇവര് ബേസ്മെന്റിലേക്ക് ചെല്ലും. അവിടെ ഒരു തൊട്ടിയിൽ പഴകി ദ്രവിച്ചൊരു ബോഡി കിടപ്പുണ്ട്. നോക്കുമ്പോൾ അത് നമ്മുടെ ഫാദർ വികാരി അച്ഛന്റെ ബോഡിയാണ്. ആ തൊട്ടി നിറച്ചും ആസിഡാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇവർ ആസിഡ് തൊട്ടിയിൽ നിന്നും മാറ്റുമ്പോൾ അതിനകത്ത് മറ്റൊരു ബോഡിയും കൂടെ കിടക്കുന്ന കാണും. അത് മറ്റാരുടെയല്ല, നമ്മുടെ ഡോക്ടറുടെ തന്നെയാണ്. പുള്ളിയുടെ കല്യാണ മോതിരം വെച്ചിട്ടാണ് ആളെ മനസ്സിലാവുന്നത്. ഈ ഫാദർ പുള്ളിക്കാരന്റെ കഴുത്തിൽ പിടിച്ച് കൊന്ന അവസ്ഥയിൽ കിടത്തിയിരിക്കുന്നു. പക്ഷെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്നറിയില്ല. ഈ ഡോക്ടറുടെ ബാഗ് അവിടെ ഇരിപ്പുണ്ടാവും. ഡാനിയൽ ആ ബാഗ് പരിശോധിക്കുമ്പോൾ ഹെവി ആയിട്ടുള്ളൊരു മയക്കുമരുന്നിന്റെ ബോട്ടിൽ ആ ബാഗിനകത്ത് നിന്ന് കണ്ടുകിട്ടും. ഇത് കഴിഞ്ഞ് ഡാനിയൽ പോലീസുകാരെ വിളിച്ച് ഫാദറുടെ ബോഡി കണ്ടുകിട്ടി, ഒപ്പം ഡോക്ടറുടെ ബോഡിയുണ്ട്, പിന്നെ നീ അന്വേഷിക്കുന്ന നമ്മുടെ ഡീക്കൻ ഇവിടെ തന്നെ ഉണ്ട്, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയുക. അവർ വരാൻ തയ്യാറാവും. എന്നാൽ ആ സമയത്ത് ഡീക്കൻ, ഞാനാണ് സാംസണെ കൊന്നത്, അതിലിനി മാറ്റമൊന്നുമില്ല, ഞാൻ ആളറിയാതെ സാംസണെ കൊന്നു, അതായത് തോട്ടക്കാരനെ. മാത്രമല്ല പണ്ട് റിങ്ങിൽ വെച്ചും ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ യോഗ്യനാണ്. ദൈവം തരുന്ന വിധി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ പോലീസിൽ എന്നെ കീഴ്പ്പെടുത്താൻ പോവുകയാണ്, ഇനി ഞാൻ ഓടുന്നില്ല എന്നും പറഞ്ഞ് ഡീക്കൻ നേരെ ചർച്ചിലേക്ക് പോകുന്നു. അവിടുത്തെ പോലീസുകാരോട് ലേഡി പോലീസിന് എത്രയും പെട്ടെന്ന് വരാൻ പറയും. ഞാൻ ചെയ്ത കുറ്റങ്ങളെല്ലാം ദൈവത്തിന് മുന്നാൽ ഞാൻ കൺഫസ് ചെയ്യാൻ പോവാണ്, എല്ലാവരും ഉടനെ പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയാണ്. ഡീക്കൻ ചെന്ന് മുട്ടുകുത്തി നിൽക്കും. കുറച്ചു കഴിയുമ്പോൾ ലേഡി പോലീസ് അങ്ങോട്ട് വരുന്നു. ഫാദർ, നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. 3 കൊലപാതകങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് നടന്നിട്ടുണ്ട്. അതിനുള്ള എല്ലാ തെളിവും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾ കൺഫസ് ചെയ്യുക മാത്രമേ ബാക്കിയുള്ളൂ. അതിവിടെ വെച്ചാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് സമ്മതമാണ്. എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറയും. ഡീക്കൻ എഴുന്നേറ്റിട്ട്, വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഒരാളെ റിങ്ങിൽ വെച്ച് കൊന്നു. അയാൾ മരിച്ചു പോകുമെന്ന് അറിഞ്ഞിട്ടും ഞാൻ അയാളെ തല്ലുകയായിരുന്നു. അതാണ് ഞാൻ ആദ്യം ചെയ്ത പാപം. ഇപ്പിതാ സാംസൺ എന്ന പാവം വ്യക്തിയെ വികാരിയോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ കുത്തുകയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഡാനിയൽ ഓടി വന്ന്, ഇനി ഒരു അക്ഷരം നീ മിണ്ടിപ്പോകരുത്, ബാക്കിയുള്ളത് ഞാൻ പറയാമെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തുടക്കം മുതലുള്ള കാര്യം പറയാം. വികാരി അച്ഛന്റെ മരണം നടക്കുന്നതിന് മുന്നേ അദ്ദേഹം ആദ്യം ബോധം കെട്ട് വീഴാണ് ചെയ്ത്. അതെങ്ങനെ സംഭവിച്ചു? അതിനുണ്ടാകുന്ന ഏക സാധ്യത ഈ ബ്രേക്ക് ടൈമിൽ പുള്ളിക്കാരൻ കഴിക്കുന്ന മദ്യമാണ്. ഇതങ്ങേര് തുടർച്ചയായി കഴിച്ചിരുന്നു. അതിലെന്തെങ്കിലും കലർന്നിട്ടുണ്ടെങ്കിലേ പുള്ളി ബോധം കെട്ട് വീഴുള്ളൂ. അങ്ങനെയാണെന്ന് സംഭവിച്ചത്. മദ്യത്തിൽ ആരോ മയക്കുമരുന്ന് കലർന്നിരുന്നു. പുള്ളി ബോധം കെട്ട് വീണു. ഡീക്കൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ പുറകിലായ ചെന്നായി രൂപം ഉണ്ടായിരുന്നു, ഒപ്പം രക്തവും. എന്നാൽ അത് യഥാർത്ഥ രക്തമായിരുന്നില്ല. അതിനുള്ള കാരണം പറയാം. ബാറിൽ നിന്നും കാണാതെ പോയത് ഒരു ചെന്നായി രൂപമല്ല, 2 ചെന്നായി രൂപ. കാരണം 2ാം തവണ നമ്മൾ പോയപ്പോൾ 2 ലൈറ്റിലെ ചെന്നായി രൂപവും അവിടുന്ന് മിസ്സിംഗ് ആയിരുന്നു. ഇനി എന്തിനാണ് 2 ചെന്നായി രൂപം? അത് പറയാം. ആദ്യത്തെ ചെന്നായി രൂപത്തിന് പഴയതുപോലെയല്ല, ഒരു ചുവന്ന കളർ കൂടെ വന്നിട്ടുണ്ടെന്ന് ബാറുകാരൻ പറഞ്ഞില്ലേ? അതാണ് അവിടുത്തെ ട്രിക്ക്. യഥാർത്ഥത്തിൽ വികാരിയുടെ തിരുവസ്ത്രത്തിൽ നേരത്തെ തന്നെ ആ രൂപം തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ രൂപത്തിൽ ഘടിപ്പിച്ച റെഡ് പെയിന്റ് ലീക്ക് ചെയ്യാൻ വേണ്ടി ഇവരൊരു റിമോട്ട് സിസ്റ്റം സെറ്റ് ചെയ്തിരുന്നു. അച്ഛൻ ബോധം കെട്ട് വീണപ്പോൾ ഇവരെ റിമോട്ട് അമർത്തി ആ ചുവന്ന പെയിന്റ് പുറത്തേക്ക് വരാൻ വേണ്ടി ട്രിഗർ ചെയ്യായിരുന്നു. ആ ചുവന്ന പെയിന്റ് കണ്ടിട്ടാണ് ഡീക്കൻ തെറ്റിദ്ധരിച്ചത്, എല്ലാവരും പേടിച്ചത്. ഇനി ആ രൂപം നമ്മുടെ ഡീക്കൻ എടുക്കാൻ നിന്നപ്പോ വേണ്ടാന്നും പറഞ്ഞ് ഡോക്ടറായിരുന്നു മുറിക്കകത്തേക്ക് കയറിയത്. അങ്ങേര് കയറിയ അടുത്ത നിമിഷം ബാക്കിയുള്ളവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാർത്ത ഒച്ച വെച്ച് കലഹം ഉണ്ടാക്കുകയായിരുന്നു. എല്ലാവരും മാർത്തയിലേക്ക് ശ്രദ്ധിക്കുന്ന സമയം ഈ തുന്നിപ്പിടിപ്പിച്ച ചെന്നായി രൂപം വലിച്ചു പറിച്ചെടുത്ത് കത്തി ഘടിപ്പിച്ച ചെന്നായി രൂപം അത് ഡോക്ടർ വികാരിയുടെ ശരീരത്തേക്ക് കുത്തിയിറക്കുകയായിരുന്നു. ശരിക്കും ഹൃദയമുള്ള ഭാഗത്തേക്ക്, പെട്ടെന്ന് മരണം സംഭവിക്കാൻ വേണ്ടി. ഇതിൽ ഡീക്കൻ കാണിച്ച മണ്ടത്തരം എന്താന്ന് വെച്ചാൽ അങ്ങേര മദ്യക്കുപ്പി സാം തെറ്റിദ്ധരിക്കും എന്ന് വിചാരിച്ചെടുത്ത് മാറ്റുകയായിരുന്നു. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ മദ്യക്കുപ്പിയിൽ മയക്കുമരുന്ന് കലർന്നിട്ടുണ്ടെന്ന് നേരത്തെ പോലീസിന് മനസ്സിലാകുമായിരുന്നു. ഇപ്പൊ ഡീക്കൻ ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങേരത് ചെയ്തിട്ടുണ്ടാവുകയെന്ന്. വക്കീലേടി പറയും, പുള്ളിക്കാരൻ അത് ചെയ്തില്ലെങ്കിൽ അങ്ങേരൊരു ഡ്രഗ് അഡിക്റ്റ് ആയ ഡോക്ടറാണെന്ന് വികാരി നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞേനെ. പുള്ളിക്കാരന്റെ ലൈസൻസും ഇല്ലാതാക്കിയേനെ. സോ ജീവിതം നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പുള്ളി വികാരി അച്ഛനെ കൊന്നിരിക്കുന്നത്. അപ്പൊ പോലീസുകാർ ചോദിക്കും, എന്നാൽ ഡോക്ടറെ കൊന്ന ആരാണെന്ന്. അപ്പൊ ഡാനിയൽ പറയാണ്, ഈ ഒരു കേസിലെ മിത്ത് കണ്ടുപിടിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ഇത് ദൈവത്തിന്റെ വിധിയാണെന്ന്. ദൈവമാണ് ഈ കൊലപാതകത്തിനുള്ള ശിക്ഷ കൊടുത്തിരിക്കുന്നത്.
അതിൽ കൂടുതൽ എനിക്ക് കണ്ടുപിടിക്കാനോ പറയാനോ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ഞാൻ ഈ കേസ് സോൾവ് ചെയ്യുന്നതിൽ ഫെയിലിയറാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാവൂ എന്ന് ഡാനിയൽ പറയും. ഉടനെ ചുറ്റുമുള്ള വിശ്വാസികളെല്ലാം ഡാനിയലെ ചീത്ത പറഞ്ഞിട്ട് തന്നെ വിശ്വസിച്ചത് തെറ്റായിപ്പോയി എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എല്ലാവരും പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ ലേഡി ഡാനിയലോട് ചോദിക്കും, താൻ എന്തൊക്കെയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? യാഥാർത്ഥ്യം എന്താണ്? യഥാർത്ഥ കുറ്റവാളി ആരാണ്? എന്തേലുമൊക്കെ ഒരു ഊഹാപോഹം പറഞ്ഞതുകൊണ്ട് അതൊരു തെളിവായി കോടതി ഏറ്റെടുക്കില്ല. സത്യം പറ, കുറ്റവാളിയെ തനിക്ക് അറിയുമോ? ഇത് കേൾക്കുമ്പോൾ ഡാനിയൽ പറയും, യഥാർത്ഥ കുറ്റവാളിയെ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. സത്യങ്ങളെല്ലാം അവർ തന്നെ പറഞ്ഞോളൂന്ന്. അപ്പോഴായിരിക്കും നമ്മുടെ മാർത്ത അവര് മാത്രം പള്ളിക്കകത്തേക്ക് കയറി വരുന്നു. അവർ ഹീറോയോട് ചോദിക്കും, നിങ്ങൾക്ക് സത്യം അറിയാമായിരുന്നല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന്. അപ്പൊ ഹീറോ പറയാണ്, അത് നിങ്ങളുടെ വാ കൊണ്ട് തന്നെ കേൾക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ മാർത്ത ഡീക്കനെ വിളിച്ച് എനിക്ക് കുമ്പസരിക്കാനുണ്ടെന്നും പറഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. എന്നിട്ട് താൻ ചെയ്ത കുറ്റങ്ങളെല്ലാം പുള്ളിക്കാരി ഡീക്കനോട് പറയും. ഇതെല്ലാം തന്നെ ഒരു നുണയിൽ നിന്നുമാണ് തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ മുത്തശ്ശനായ പ്രീസ്റ്റ് അറ്റാക്ക് വന്ന് മരിക്കുകയല്ലായിരുന്നു. തന്റെ സ്വത്തെല്ലാം ഒരു ഡയമണ്ട് ആക്കി മാറ്റി. അത് ഹവ്വയുടെ ആപ്പിളാണ്. പാപികളുടെ കയ്യിൽ അത് കിട്ടാൻ പാടില്ല. നീ ഇത് എക്കാലവും സംരക്ഷിക്കണമെന്ന് മാർത്തയോട് പറഞ്ഞിട്ട് ആ ഡയമണ്ട് വിഴുങ്ങിയാണ് നമ്മുടെ ഫാദർ മരണപ്പെടുന്നത്. അത് കഴിഞ്ഞ് ആ ബോഡി കല്ലറയ്ക്കകത്ത് കൊണ്ടുപോയി വെക്കുന്നു. പിന്നീട് ആരും ആ ഡയമണ്ടിനെ പറ്റി അറിയില്ലല്ലോ. ഇതായിരുന്നു പ്രീസ്റ്റിന്റെ പ്ലാൻ. മാർത്തയാണെങ്കിൽ വാ തുറന്നിട്ടേ ഇല്ല. എന്നാൽ പ്രീസ്റ്റിന്റെ മകൾ കണ്ടുപിടിച്ചു അച്ഛനൊരു ഡയമണ്ട് വാങ്ങിയിട്ടുണ്ടെന്ന്. ആ ഈവ് ആപ്പിളിന്റെ തളികയെന്നാണ് മകൾ മനസ്സിലാക്കിയത് അത് ഡയമണ്ട് ബോക്സ് ആണെന്ന്. നമ്മുടെ ഡാനിയലും അങ്ങനെയാണ് മനസ്സിലാക്കിയത് അത് ഡയമണ്ട് ബോക്സ് ആണെന്ന്. എന്തായാലും അന്ന് അപ്പൻ ഡയമണ്ട് ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ലേഡി പള്ളി തല്ലി തകർത്ത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാർത്ത ചെന്ന് എനിക്ക് ആ ഡയമണ്ട് അറിയാം, എവിടെയാണെന്ന് അറിയാം, പക്ഷെ ഒരു കാലത്തും നീ അത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ആ പെണ്ണിനെ ചീത്ത പറയായിരുന്നു. അതുകൊണ്ടാണ് ആ പെണ്ണ് മാർത്തയെ ചെറുപ്പത്തിൽ തല്ലിയത്. ഈ അരമന രഹസ്യം 60 വർഷങ്ങളായി മാർത്ത കാത്തുപോരുമായിരുന്നു. അപ്പോഴാണ് ഡീക്കൻ വന്ന് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഡീപ്പസ്റ്റ് കൺഫെഷൻ ഫാദറിനോട് പറയൂ എന്ന് പറഞ്ഞത്. അപ്പൊ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടി മാർത്ത ഈ കാര്യം നമ്മുടെ വികാരിയച്ഛനോട് പറഞ്ഞു. മാർത്തയ്ക്ക് വികാരിയച്ഛന് വിശ്വാസമായിരുന്നു. അങ്ങേര് പള്ളിയെ ചതിക്കില്ല എന്നവർ വിശ്വസിച്ചു. പക്ഷേ പുള്ളിക്കാരനൊരു മകനുണ്ടെന്നും മകനുമായിട്ട് ഇനി ജീവിക്കാൻ പോകുകയാണെന്നും അമ്മച്ചി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെയാണ് അവർക്ക് ചതി പറ്റിയത്. ഇയാൾ ആ ഡയമണ്ട് എടുത്ത് പള്ളിയും പൂട്ടി ഇവിടുന്ന് നാട് വിട്ടു പോകുമെന്ന് മാർത്തയ്ക്ക് മനസ്സിലായി. ആ ക്രിപ്റ്റ് തുറക്കാൻ വേണ്ടി വികാരി ക്രൈം സർവീസിനെ വിളിക്കുകയും ചെയ്തു. സോ എല്ലാ കാര്യങ്ങളും ഉറപ്പായി. ഇനി ആ ഡയമണ്ട് നഷ്ടപ്പെടും, ഈ പള്ളി ഇല്ലാതാകും. പള്ളിയെ സംരക്ഷിക്കണമെങ്കിൽ പുള്ളിക്കാരൻ ആ ഡയമണ്ട് എടുക്കുന്നതിന് മുന്നേ മാർത്ത ആ ഡയമണ്ട് അടിച്ചു മാറ്റണം, ഫാദറെ ഇല്ലാതാക്കണം. ആ ഫാദർ മരിച്ചു കഴിഞ്ഞ് ക്രിപ്റ്റിൽ നിന്നും എഴുന്നേറ്റ് വരികയാണെങ്കിൽ അത് ഈ പള്ളിക്കൊരു വലിയ പേരാണ്. പള്ളി എന്നും പ്രശസ്തമായി നിലനിൽക്കും. സോ ഈ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പഴയ മേർഡർ മിസ്റ്ററി പുസ്തകത്തിൽ നിന്നും ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ക്രൈം അമ്മച്ചി പ്ലാൻ ചെയ്യാണ്, ഹോളി മിസ്റ്ററി. എന്നാൽ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് തകർന്നിരുന്ന ഒരു പേഴ്സണ് സഹായത്തിന് കൂട്ടുന്ന ഈ ഫാദറോട് വിദ്വേഷമുള്ള ഒരാളെ. ഏറ്റവും യോഗ്യൻ നമ്മുടെ ഡോക്ടർ തന്നെയാണ്. ഡോക്ടറെ കയ്യിൽ മയക്കുമരുന്നുണ്ടല്ലോ, അതും ഉപയോഗിക്കാന്ന് വെച്ചു. അങ്ങനെ ഫാദർ കുടിക്കുന്ന മദ്യത്തിൽ ഇവര് മയക്കുമരുന്ന് കലർന്നു. ഫാദർ തിരുവസ്ത്രത്തിൽ നേരത്തെ തന്നെ അമ്മച്ചി ആ ചെന്നായുടെ രൂപം തുന്നിപ്പിടിപ്പിച്ചിരുന്നു. അതിന് തുന്നാൻ ഉപയോഗിച്ച നൂലാണ് തറയെന്ന് പോലീസുകാർക്ക് കണ്ടുകിട്ടിയത്. പിന്നെ ശവപ്പെട്ടി ഉണ്ടാക്കിയത് നമ്മുടെ സാംസണാണ്, തോട്ടക്കാരൻ. തോട്ടക്കാരനും അമ്മച്ചിയെ സഹായിച്ചിരുന്നു. ഈ ശവപ്പെട്ടിക്കകത്ത് അവസാനം കയറിക്കടന്നത് സാംസണാണ്. ഇവർ ആ സമയത്ത് പള്ളിയിലച്ഛന്റെ ബോഡി അവിടെ നിന്ന് മാറ്റി. എന്നിട്ട് ഈ ക്രിപ്റ്റിൽ നിന്ന് ഇറങ്ങി വന്നത് നമ്മുടെ സാംസണാ. ഡോക്ടർ സിഗ്നൽ കൊടുക്കുകയായിരുന്നു. അതനുസരിച്ച് മുത്തശ്ശന്റെ ബോഡിയിലുണ്ടായിരുന്ന ഡയമണ്ടുമായിട്ട് ഇറങ്ങി വന്നത് സാംസണാണ്. എന്നാൽ ഈ പ്ലാനിൽ അമ്മച്ചിക്ക് ഒരു പിഴവ് പറ്റി. സംഭവം ഹവ്വയുടെ ആപ്പിളാണല്ലോ, അതിൽ മനുഷ്യർക്ക് അതിയായ ആഗ്രഹമുണ്ടാകും. അതാണ് ഇവിടെ പ്ലാൻ തെറ്റിച്ചത്. തോട്ടക്കാരന്റെ ബോഡി കണ്ടപ്പോൾ അമ്മച്ചിക്ക് അത് മനസ്സിലായി. ഡോക്ടർ തോട്ടക്കാരനെ കൊന്ന് ആ ഡയമണ്ട് എടുത്താണെന്ന്. അമ്മച്ചി ഡോക്ടറെ കാണാൻ പോകുന്നു. ഡോക്ടർ ആ ഡയമണ്ട് അമ്മച്ചിക്ക് കൊടുക്കുന്നു. അതെവിടെങ്കിലും കടലിൽ കൊണ്ടുപോയി കളയാമെന്നാണ് ഇവരാദ്യം പ്ലാൻ ചെയ്തത്. അമ്മച്ചി ഒന്നും അറിയാത്തതുപോലെ ഡോക്ടർ വീട്ടിലേക്ക് ചെല്ലുകയായിരുന്നു. ഡോക്ടർ നടന്ന കാര്യങ്ങളെല്ലാം അമ്മച്ചിയോട് പറയും. സാംസൺ അച്ഛൻ പുറത്തേക്ക് വന്നു, കയ്യിൽ ഡയമണ്ട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആ പൊട്ടൻ ഡീക്കൻ അങ്ങോട്ട് വരുന്നത്. ഡീക്കനെ മോന്തേ കുത്തി ഇവര് വീഴ്ത്തി. പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു വരികയായിരുന്നു. എന്നാൽ ചെറിയ മിസ്റ്റേക്കിൽ സാംസൺ മരിച്ചു എന്നാണ് ഡോക്ടർ പറയുക. പക്ഷേ ഈ ഡയമണ്ടിലുള്ള മോഹം കൊണ്ട് ഡോക്ടർ സാംസണെ കൊല്ലുമായിരുന്നു. എന്നിട്ട് ബോധം കെട്ട് കിടക്കുന്ന ഡീക്കനെ അടുത്തെടുത്ത് കടത്തി. തനിക്ക് അബദ്ധം പറ്റിയതാണെന്നും ഈ ഡയമണ്ട് ഉണ്ടെങ്കിൽ തന്റെ ഓടിപ്പോയ ഭാര്യ തിരിച്ചു വരും, പണമുള്ളതുകൊണ്ട് സമാധാനമായിട്ട് ജീവിക്കാലോ, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തതെന്ന് ഡോക്ടർ അമ്മച്ചിയോട് പറയുകയാണ്. അമ്മച്ചി എന്തായാലും ഇതിന് തടസ്സമായിട്ട് നിൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മച്ചിയുടെ കോഫിയിൽ വിഷം കലർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും വയസ്സായല്ലോ,
നിങ്ങൾ മരിക്കുന്നോണ്ട് കുഴപ്പമില്ല, ഇനി കുറച്ചു കാലം ഞാൻ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് ഡോക്ടർ പറയും. ഈ വിഷം കഴിച്ചാൽ ചുണ്ട് വരളാൻ തുടങ്ങും. അടുത്ത 10 മിനിറ്റിൽ നിങ്ങൾ മരണപ്പെടുമെന്ന് ഡോക്ടർ പറയാണ്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ഡോക്ടറെ ചുണ്ടായിരിക്കും വരണ്ടു തുടങ്ങുന്നത്. അമ്മച്ചി മുറിയിലേക്ക് വന്നപ്പോൾ തന്നെ കോഫി മാറ്റി വെച്ചിരുന്നു. അവർക്കറിയായിരുന്നു ഡോക്ടർ തണ്ടി ഇങ്ങനെ എന്തെങ്കിലും പണി കാണിക്കുമെന്ന്. താൻ മരിക്കുമെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ വെപ്രാളത്തിൽ ആ വീട്ടിലൂടെ ഓടി നടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വീട് അലങ്കോലമാക്കപ്പെട്ടത്. പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞ് അമ്മച്ചി അയാളുടെ ബോഡി എടുത്തുകൊണ്ട് വന്ന് അത് ആസിഡിൽ മുക്കിയിട്ട് ഫാദറുടെ ബോഡി അത് പിടിച്ചു കിടക്കുന്ന പോലെ കിടത്തുകയായിരുന്നു. ഫാദർ പ്രതികാരം ചെയ്തതുപോലെ. പക്ഷെ യഥാർത്ഥ പ്രതികാരം എന്റേതായിരുന്നുവെന്ന് അമ്മച്ചി പറയാണ്. ഈ മിസ്റ്റേക്കുകൾ പറ്റിയതുകൊണ്ടായിരുന്നു പോലീസുകാരിതെല്ലാം കണ്ടുപിടിച്ചത്. എന്തായാലും ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു, കള്ളം പറഞ്ഞു, കൊലപാതകം ചെയ്തു. ഇപ്പോ ഞാൻ അതിനുള്ള പാപ പരിഹാരവും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അമ്മച്ചി തളർന്ന നിലത്തേക്ക് വീഴാണ്. ഡാനിയൽ പറയും, അവരൊന്നും ചെയ്യണ്ട, അവർ സംസാരിക്കുന്നത് മാത്രം കേൾക്കൂ, കാരണം ഞാൻ നേരത്തെ തന്നെ കണ്ടതായിരുന്നു അവരെ ചുണ്ട് വരണ്ടിരിക്കുന്നു. ആ കൊടിയ വിഷം അമ്മച്ചി കഴിച്ചായിട്ട് ഡാനിയൽക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇനി രക്ഷയൊന്നുമില്ല, ഇനി അവരെന്തായാലും മരണപ്പെടും. അവസാനം കൊടുക്കേണ്ട പ്രാർത്ഥന മാത്രം കൊടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. അമ്മച്ചി ഫാദറോട് മാപ്പ് ചോദിക്കുകയാണ്. ഫാദർ പറയും, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകുന്നു, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അതോടൊപ്പം തന്നെ ഫാദർ പറയും, നിങ്ങൾ കൊന്നത് ഇവരെ മാത്രമല്ല, ആദ്യം പ്രീസ്റ്റിന്റെ മകളില്ലേ, മകളെയും അമ്മച്ചിയാണ് ക്രിപ്റ്റിന്ന് തള്ളിയിട്ട് കൊന്നത്. അത് ഈ ലിസ്റ്റിലേ പെടുന്നില്ല. ഇത് കേൾക്കുമ്പോൾ അമ്മച്ചി ഞെട്ടും. എന്നിട്ട് ചിരിക്കുകയാണ്. ഫാദർ, നിങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ അല്ല എന്ന് പറയും. അപ്പോൾ ഫാദർ, ഇനിയും നിങ്ങൾ മനസ്സിൽ വെറുപ്പ് വയ്ക്കാതെ വെറുപ്പിനെ അഴിച്ചുവിടൂ, സമാധാനമായിട്ട് കണ്ണടയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൈകൾ വിടർത്തി അവരെ മരിക്കാൻ അനുവദിക്കുകയാണ്. അവസാന പ്രാർത്ഥനയും കൊടുത്ത് ഈ അമ്മച്ചി മരിച്ചു കഴിയുമ്പോൾ അവർ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്ന ഡയമണ്ട് പുറത്തേക്ക് വീഴും. ഇത് കണ്ട ഉടനെ നമ്മുടെ ഡാനിയൽ ഞെട്ടിപ്പോവുക. എൻ്റെ പൊന്നേ, എനിക്ക് വേണ്ട, സാത്താൻ്റെ ഡയമണ്ടാണത്, എനിക്കതിന് പോരാടാൻ വയ്യാന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഇറങ്ങിപ്പോവുക. പിന്നീട് ആ ഡയമണ്ട് ലോകം കണ്ടിട്ടില്ല. 1 വർഷം കഴിഞ്ഞ് ഈ വിശ്വാസികളെല്ലാം പല ജോലിയും ചെയ്ത് പല സ്ഥലത്തേക്ക് മാറിപ്പോയി. എല്ലാവരും ഇപ്പോൾ മനസ്സിൽ ദേഷ്യമൊന്നുമില്ലാതെ നല്ലൊരു സ്ഥിതിയിലാണുള്ളത്. എന്നാൽ നമ്മുടെ പൊളിറ്റിക്കൽ സണ്ണില്ലേ, അവൻ മാത്രം ഈ ഡീക്കൻ ഇടയ്ക്കിടെ ഒന്ന് ചൊറിയുന്നുണ്ട്. ആ ഡയമണ്ട് എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഡീക്കൻ ചത്താലും പറഞ്ഞു കൊടുക്കില്ല. എന്തായാലും അവനെ ഓടിച്ചു വിട്ടുകഴിഞ്ഞ് ബിഷപ്പ് ഇതേ പള്ളി നമ്മുടെ ഡീക്കനോട് ഏറ്റെടുത്ത് നടത്താൻ പറയും. അങ്ങേരാണ് ഇനി അവിടുത്തെ വികാരി അച്ഛൻ. ഇപ്പോഴും ഡാനിയൽക്ക് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ഞാൻ പോയി എൻ്റെ ജോലി നോക്കട്ടെ എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഡാനിയൽ ആദ്യം തന്നെ പള്ളിയിൽ നിന്ന് എടുത്തു മാറ്റിയ ആ കുരിശ് രൂപം കൊണ്ടുപോയി പള്ളിക്കകത്ത് വെക്കാം. ഇപ്പം അതൊരു പരിശുദ്ധിയുള്ള പള്ളിയായിട്ട് മാറി. അപ്പോഴായിരിക്കും പുതിയ 2 വിശ്വാസികൾ ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചോട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി വരുന്നു. അച്ഛൻ ചെന്ന് അവരെ സ്വീകരിക്കുന്നു. അവിടെ വെച്ച് വേക്കപ്പ് ഡെഡ് മാൻ എ നൈസ് ഔട്ട് മിസ്റ്ററി എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, ഒരു ഇത്തിരി കൊത്തിരി പത്തിരി വലിയ പടായിപ്പോയി. എന്നാലും നിങ്ങൾ മുഴുവൻ കണ്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണാവോ, ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യൂ, ഒരു ഉമ്മ തരൂ, ചക്കരവാവ്യാന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി കോമഡി സിനിമ, കോമഡി ഒന്നും കാണുന്നില്ല ഒന്നാമത്, എന്നാലും ശ്രമിക്കാം, കോമഡി സിനിമയായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. Until then, it's bye from Guru. Kada solittu mas.